ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ PSCയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ 1857 വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ശിപ്പായികൾ എന്നായിരുന്നു. 1857 മാർച്ച് 29 ബംഗാളിലെ ബാരക്പൂരിൽ ആണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മുടെ 857 കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്? ബംഗാളിലെ ബാരക്പൂരിലായിരുന്നു. 34ാമത്തെ നേറ്റീവ് ഇൻഫൻട്രി ഉദ്യോഗസ്ഥനായിരുന്നു മംഗൾ പാണ്ഡെ. തോക്കിൽ പുതിയ തീര ഉപയോഗിക്കാൻ ലഫ്റ്റനൻ്റ് ബോ നിർബന്ധിക്കുന്നു. അതായത് അവിടെ നമ്മുടെ പട്ടാളക്കാർക്കൊരു ഇത് കിട്ടുന്നു. ഈ തോക്കിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ചതാണെന്നൊരു മെസ്സേജ് അവിടെ കിട്ടുന്നു. ഇത് ഇഷ്ടപ്പെടാതെ മംഗൾ പാണ്ഡെ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നു. ബോയ്ക്ക് പരിക്കേറ്റുവെന്നും വെടി മാറിക്കൊണ്ട് കുതിരയ്ക്കാണ് പരിക്കേറ്റതെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്നാണ്? 1857 ഏപ്രിൽ 8. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മീററ്റിലാണ്. മീററ്റിൽ എന്നാണ് ആരംഭിക്കുന്നത്? 1857 മെയ് 10 ഈ വിപ്ലവം അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ശിപ്പായികൾ എന്നാണ് അറിയുന്നത്. മംഗൾ പാണ്ഡെ 34ാമത് നേറ്റീവ് ഇൻഫൻട്രി ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ച തോക്കിൽ പുതിയ തിര നിറച്ച തോക്ക് ഉപയോഗിക്കാൻ ലഫ്റ്റനൻ്റ് ബോ നിർബന്ധിക്കുന്നു. ഇത് ഇഷ്ടപ്പെടാതെ മംഗൾ പാണ്ഡെ അദ്ദേഹത്തിന് നേരെ, അതായത് ഈ ലഫ്റ്റനൻ്റ് ബോയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ഇതേ തുടർന്ന് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുകയും ചെയ്യുന്നു 1857 ഏപ്രിൽ 8. അപ്പം 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? അത് മംഗൾ പാണ്ഡെയാണ്. ഇതേ തുടർന്ന് 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. മീററ്റിൽ എന്നാണ് 1857 മെയ് 10 കലാപം ആരംഭിക്കുന്നത്. ഈ സംഭവം നടന്ന ഒരു മാസത്തിന് ശേഷം മീററ്റിലെ 3ാം സൈനിക വിഭാഗത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നു. ക്രമേണ മീററ്റ് കണ്ടോൺമെൻറ്റിലെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ കലാപത്തിന് ഇറങ്ങി. ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ആയുധങ്ങളും എടുത്തായിരുന്നു കലാപം ആരംഭിച്ചത്. മീററ്റിൽ നിന്നും ബറേലിയിൽ നിന്നും ആളുകൾ സംഘടിച്ച് ഡൽഹിയിലേക്ക് പോകാൻ തുടങ്ങി. 1857 മെയ് 11 ശിപ്പായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ എന്നാണ് കലാപകാരികൾ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ഡൽഹിയിൽ എത്തിച്ചേരുന്നത്? 1857 മെയ് 11. കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനോട് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി അഥവാ ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ആരെയാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബഹദൂർ ഷാ രണ്ടാമനെ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനോട് കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറായിരുന്നു ജനറൽ ഭക്ത് ഖാൻ. അപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനോടുകൂടെ നമ്മുടെ 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു സുബേദാറായിരുന്നു ജനറൽ ഭക്ത് ഖാൻ. കലാപത്തിൻ്റെ രീതിയും ആരംഭവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയം അല്ല ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. കലാപം ആരംഭിക്കുന്നതിന് ശിപ്പായികൾ സ്വീകരിച്ച മാർഗങ്ങൾ വെടിമുഴക്കവും ബ്യൂഗിളിൻ്റെ ശബ്ദവുമായിരുന്നു. ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സംഭരിച്ചിരുന്ന സംഭരണ മുറിയാണ് ബെൽ ഓഫ് ആംസ് എന്ന് അറിയപ്പെടുന്നത്. അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ച പദമാണ് ഫിരംഗി എന്നത്. നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലല്ലാതെ ഒരു രാജ്യത്തെ താമസിച്ചിരുന്ന ഗവർണർ ജനറലിൻ്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡൻ്റ്. അപ്പോൾ റെസിഡൻ്റ് എന്ന് വെച്ചാൽ എന്താ? നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലല്ലാതെ ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിൻ്റെ
പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡൻ്റ് എന്ന് പറയുന്നത്. കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നിവയായിരുന്നു. അപ്പം എന്തായിരുന്നു കലാപകാരികളുടെ മുദ്രാവാക്യം? സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഭാഷകളിലായിരുന്നു അന്ന് ഉണ്ടായത്. കലാപത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകൾ, ഫാക്ടറികളും തകർക്കുക എന്നിവയെ കലാപത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. ഇനി നമ്മുടെ ഈ 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ചപ്പാത്തി സംഭവം എന്നറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണ്? കലാപകാരികൾ രഹസ്യമായി ആശയങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്ന പ്രധാന ഉപാധി ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവരുടെ വിവരങ്ങളൊക്കെ എഴുതി ചപ്പാത്തിയുടെ അകത്ത് എഴുതി മടക്കി ആണ് ഇവർ കൈമാറിയിരുന്നത്. ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തികൾ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇവർ കൈമാറും. ഇതിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഗുരുദാസ് ബാബ എന്ന് പറയുന്ന ആളാണ് ഇതിന് തുടക്കം കുറിച്ച വ്യക്തി. 1857 കലാപത്തിൻ്റെ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1857 കലാപത്തിൻ്റെ വളർച്ചയെ സഹായിച്ച 2 പ്രധാന സംഭവങ്ങളാണ് അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും. അഭ്യൂഹങ്ങൾക്ക് ഉദാഹരണമാണ് കലാപത്തിന് തുടക്കം കുറിച്ച സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് കൊഴുപ്പ് പുരട്ടിയ തിരകൾ അഥവാ വെടിയുണ്ടകൾ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. പ്രധാന കാരണമാണ് പറയുന്നത് ഈ കലാപത്തിന് തുടക്കം കുറിച്ച സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തു. ഈ തിരകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പന്നിയുടെ ഈ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായതാണ് കണക്കാക്കിയിരുന്നത്. ഇത് പ്രവചനത്തിന് ഉദാഹരണം ചോദിച്ചാൽ, പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100 വർഷമാകുമ്പോഴേക്കും ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കുമെന്ന പ്രവചനം ജനങ്ങളെ കലാപത്തിലേക്ക് നയിക്കുന്നതിന് കൂടുതൽ ശക്തി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 87 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം അത് കലാപത്തിന് തുടക്കം കുറിച്ച ഈ സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തുവെന്നും ഈ തിരകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയാണെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നതുമായിരുന്നു പെട്ടെന്ന് ഈ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. കലാപത്തിന് കാരണമായ രാഷ്ട്രീയ കാരണങ്ങൾ ചോദിച്ചാൽ അത് ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. ആരാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ഡൽഹൌസി. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയും ഇതിനുള്ള ഒരു കാരണമായിരുന്നു. അപ്പോൾ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നത് സൈനിക സഹായ വ്യവസ്ഥയും ഡൽഹൌസി കൊണ്ടുവന്നതാണ് ദത്തവകാശ നിരോധന നിയമം. സാമ്പത്തിക കാരണങ്ങൾ ചോദിച്ചാൽ കനത്ത നികുതി കർഷകർ പലിശക്കാരിൽ നിന്നും പലിശയ്ക്ക് വായ്പെടുക്കുവാൻ ഇടയായി. ഇന്ത്യയുടെ കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളും തകർന്നു. കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. ഉൽപ്പാദിപ്പിച്ച വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരികയും ചെയ്തു. ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായും ഇന്ത്യ മാറി. ആധുനിക വ്യവസായങ്ങളുടെ വികസനത്തിനൊപ്പം ഇല്ലാത്ത ഇന്ത്യൻ കരകൗശല വസ്തുക്കളെ ബ്രിട്ടീഷ് നയം നിരുത്സാഹപ്പെടുത്തി. ഇനി ബ്രിട്ടീഷുകാരുടെ തെറ്റായ റവന്യൂ നയങ്ങളും ബ്രിട്ടീഷുകാരുടെ നികുതി പിരിക്കലുമൊക്കെ ഇവിടുത്തെ കാരണങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അമിതമായ ഇടപെടൽ മൂലം ജമീന്ദാർമാരുടെ പദവി നഷ്ടമാകുന്നു. അനേകം പേർക്ക് തൊഴിൽ നഷ്ടമാകുന്നു. ഭരണപരമായ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ കമ്പനിയുടെ ഭരണത്തിൽ വ്യാപകമായ അഴിമതി, പ്രത്യേകിച്ച് താഴ്ന്ന തലത്തിൽ പോലീസുകാരുടെയും ചെറിയ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഇടയ്ക്ക് ഇന്ത്യൻ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു.
നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാർ, മതനേതാക്കൾ എന്നിവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെയും സെമീന്ദാർമാരുടെയും താൽപ്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് സാധാരണ ജനങ്ങൾ വളരെയധികം പൊറുതുമുട്ടി. ഇതൊക്കെയാണ് 857 വിപ്ലവത്തിൻ്റെ ഭരണപരമായ കാരണങ്ങൾ പറയുന്നത്. സാമൂഹിക മതപരമായ കാരണങ്ങൾ ചോദിച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, സതി നിർത്തലാക്കൽ, വിധവാ പുനർവിവാഹത്തിന് പിന്തുണ തുടങ്ങിയ സാമൂഹ്യ മത പരിഷ്കരണ ശ്രമങ്ങൾ, സ്ത്രീകളുടെ വിദ്യാഭ്യാസവും പള്ളിക്കും ക്ഷേത്രഭൂമിക്കും നികുതി ചുമത്തൽ, വ്യത്യസ്ത വേതന സമ്പ്രദായം, ഇന്ത്യക്കാരുമായുള്ള അകൽച്ച, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണം, മതവൈകല്യങ്ങൾ, മതവൈകല്യ നിയമങ്ങൾ കൊണ്ടുവന്നു 1850 ഇതൊക്കെ സാമൂഹിക മതപരമായ കാരണങ്ങളായി കണക്കാക്കുന്നു. നമുക്ക് ദത്തവകാശ നിരോധന നിയമം എന്താണെന്ന് നോക്കാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയ വർഷം 1848. അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് 1848 ദത്തവകാശ നിരോധന നിയമം. ഈ നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമായിരുന്നു സത്താറ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം സത്താറയാണ് 1848. ഈ നിയമത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം അത് അവധാണ് 1856. ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറ, അവസാനം കൂട്ടിച്ചേർത്തത് അവധ്. കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം അവധായിരുന്നു. ബ്രിട്ടീഷുകാർ ഔധ് പിടിച്ചെടുത്ത ശേഷം നാടുകടത്തിയ നവാബ് വാജിദ് അലി ഷായെയാണ്. അനൗദ്യോഗികമായി ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കർണാടകത്തിലെ കിട്ടൂർ. 1824 കിട്ടൂർ അനൗദ്യോഗിക ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ രാജ്യം കൈക്കലാക്കിയതിനെതിരെ പോരാടിയ ധീര വനിതയാണ് കിട്ടൂർ ചെന്നമ്മ. കിട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് കിട്ടൂർ ചെന്നമ്മയും രായപ്പ എന്ന ആളും കൂടി ചേർന്നിട്ടാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിങ് പ്രഭുവാണ് 1859. ഡൽഹൌസി 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നു. കാനിങ് പ്രഭു 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നു. അവധിലെ നവാബായിരുന്ന വാജിദ് അലി ഷായെ കൊൽക്കത്തയിലേക്കാണ് നാടുകടത്തിയത്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് 1859 ഡൽഹൌസി പ്രഭുവാണ് അവധ് നാട്ടുരാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അല്പം ദാക്ഷിണ്യവും കരുണയും കാണിക്കുകയാണെങ്കിൽ ശിപായിമാരുടെ കൂറ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് കാനിങ് പ്രഭു അഭിപ്രായപ്പെടുന്നു. കലാപസമയത്ത് അവധിലെ മിലിറ്ററി പോലീസ് ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ ഹേഴ്സി. അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥ ബംഗാളിൻ്റെ സൈന്യത്തിൻ്റെ നഴ്സറി എന്ന അവധിനെ അറിയപ്പെട്ടിരുന്നത്. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നാണ് എന്തറിയപ്പെട്ടത്, അവധ് അറിയപ്പെട്ടത്. 1801 സൈനിക സഹായ വ്യവസ്ഥ അവധിനുമേൽ അടിച്ചേൽപ്പിച്ചത്. 1801 സൈനിക സഹായ വ്യവസ്ഥ അവധിനുമേൽ അടിച്ച് ഏൽപ്പിക്കുന്നു. അവധ് ഔപചാരികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 അവധ് നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് എന്നാണ്? അത് 1856. അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1856 മൗലവി അഹമ്മദുള്ള ഷായാണ് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിച്ചത്. ഡങ്കാഷ എന്നറിയപ്പെടുന്ന മൗലവി അഹമ്മദുള്ള ഷായായിരുന്നു. ചിൻഹാട്ട് യുദ്ധത്തിൽ ഹെൻറി ലോറൻസിൻ്റെ സേനയെ പരാജയപ്പെടുത്തിയത് മൗലവി അഹമ്മദുള്ള ഷായാണ്. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുക്കിയതോടെ അവധിലെ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കൊട്ടാരവുമായി ബന്ധപ്പെട്ട അനേകം പേർക്ക്
ജോലി നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികർ തുടങ്ങിയവർ തൊഴിൽ രഹിതരായി. കർഷകർ അമിതമായി നികുതി നൽകേണ്ടി വന്നു. താലൂക്ക്ദാർമാർ അവരുടെ അധികാരവും പദവികളുമെല്ലാം നഷ്ടപ്പെട്ടു. തദ്ദേശമായ ഭരണവും പട്ടാളവും പിരിച്ചുവിട്ടതിൽ അനേകം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയായിരുന്നു സമ്മറി വ്യവസ്ഥ. 1856 1857 കലാപ സമയത്തെ ഉദ്യോഗസ്ഥരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ. 1857 കലാപ സമയത്തെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ കോളിൻ ക്യാമ്പൽ, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു, ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. ഇനി ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസനെയാണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. 1857 കലാപ സമയത്തെ ഉദ്യോഗസ്ഥരുടെ പേരുകളും ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയുമാണെന്ന് പറയുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അത് പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. വിപ്ലവത്തിലേക്ക് നയിച്ച ചില നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദത്തവകാശ നിരോധന നിയമം 1848 വന്നു. മതവൈകല്യ നിയമങ്ങൾ 1850 പോസ്റ്റ് ഓഫീസ് നിയമം 1854, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് 1856. ഈ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതിനെതിരെ നമ്മുടെ ഇവിടെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കലാപ സമയത്ത് അവധിലെ മിലിറ്ററി പോലീസ് ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ ഹേഴ്സി. അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് നമ്മൾ പറഞ്ഞ സമ്മറി വ്യവസ്ഥ. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നാണ് അവധ് അറിയപ്പെടുന്നത്. 1801 സൈനിക സഹായ വ്യവസ്ഥ അവധിനുമേൽ അടിച്ചേൽപ്പിച്ചതാണ്. അവധ് ഔപചാരികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 അവസാനമായി കൂട്ടിച്ചേർത്തത് അവധെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഇനി നമുക്ക് മംഗൾ പാണ്ഡെയെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ 1857 കലാപത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ അല്ലേ. അപ്പം മംഗൾ പാണ്ഡെയുടെ ജനനം 1827 ജൂലൈ 19 ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ നഗ്വ എന്ന ഗ്രാമത്തിൽ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ ജനനം. 22-ാം വയസ്സിൽ 1849 പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു സാധാരണ ശിപ്പായിയായി ജോലിയിൽ പ്രവേശിച്ചു. കമ്പനിയുടെ തീരുമാനങ്ങളോട് ആദ്യകാലം മുതലേ പാണ്ഡെ എതിർത്ത് പ്രകടിപ്പിച്ചിരുന്നു. മംഗൾ പാണ്ഡെയുടെ ആദരസൂചകമായി ഇന്ത്യൻ ഗവൺമെൻറ് 1984 തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. 2005 കേതൻ മേത്ത മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുകയുണ്ടായി. ചിത്രത്തിൽ മംഗൾ പാണ്ഡെയായി വേഷമിട്ടത് അമീർ ഖാനാണ്. 1857 വിപ്ലവത്തിൻ്റെ ഒന്നാം രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 34-ാമത്തെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിൽ ശിപ്പായിയായിരുന്നു അദ്ദേഹം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 34-ാമത്തെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ ശിപ്പായിയായിരുന്നു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 അടുത്തതാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അവസാന മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉയർത്തപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. കലാപകാരികൾ ഡൽഹിയിലെത്തി അദ്ദേഹത്തോട് നേതൃത്വം ഏറ്റെടുക്കാൻ പറയുകയും അദ്ദേഹത്തെ ഷെഹൻഷായി ഹിന്ദുസ്ഥാനിയായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നു. തൂലികാനാമം സഫർ എന്നാണ്. ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയ വാർഷിക പെൻഷൻ പറ്റി അദ്ദേഹം ജീവിച്ചു പോന്നു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി റംഗൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ രാജാവാണ്. അപ്പം ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ടാണ് നാടുകടത്തിയത്? അത് റംഗൂണിലേക്കാണ്. ബഹദൂർ ഷാ സഫർ ഒരു നാമമാത്ര നേതാവായിരുന്നു. മതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷമായ മനോഭാവം ഇന്ത്യൻ രാജാക്കന്മാരും റെജിമെൻറ്റുകളും അദ്ദേഹത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി അംഗീകരിക്കാൻ പ്രേരിപ്പിച്ചു. 1857 ഇന്ത്യൻ ലഹളയ്ക്ക് പ്രഖ്യാപിത നേതാവില്ലായിരുന്നു. തങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു നേതാവിൻ്റെ വ്യക്തിത്വമില്ലാതെ തങ്ങൾ വിജയിക്കാനാകില്ലെന്ന് കലാപകാരികൾ വിശ്വസിച്ചു. കലാപത്തിനൊരു നിയമസാധുത കൈവന്നത് ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം ഏറ്റെടുത്തതോടെയാണ്. 1857
കലാപത്തിന് ശേഷം ബഹദൂർ ഷാ സഫർ കുടുംബത്തോടൊപ്പം ഹുമയൂണിൻ്റെ ശവകുടീരത്തിലേക്ക് പലായനം ചെയ്തു. 1857 സെപ്റ്റംബർ 20 മേജർ വില്യം ഹഡ്സൺ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റംഗൂണിലേക്ക് നാടുകടത്തുന്നു. ബഹദൂർ ഷാ സഫറിൻ്റെ മുദ്രാവാക്യമാണ് ബാത് കർണി മുझे മുഷ്കിൽ കഫി ഐസേ തോ നതി. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? റംഗൂണിലേക്കാണ്. 1858 ഡിസംബർ 4 മഘോറ എന്ന കപ്പലിൽ റംഗൂണിലേക്ക് പുറപ്പെട്ട അദ്ദേഹം 1857 ഡിസംബർ 10 അവിടെ എത്തി. നാടുകടത്തിയ 1858 ഒക്ടോബർ 20 എന്നും കാണുന്നുണ്ട്. റംഗൂണിൽ അവർ ബ്രിട്ടീഷുകാരുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു. പേന, പേപ്പർ, മഷി എന്നിവ ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ വിലക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് നേരെ കാണാൻ അനുവാദമില്ല. പൊതുജനങ്ങൾക്ക് ഇവരെ കാണാൻ നാടുകടത്തിയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇവരെ കാണാൻ അനുവാദമില്ലായിരുന്നു. കൂടാതെ സേവകർക്ക് ദൈനംദിന പാസ് ഉപയോഗിച്ച് അവരെ കാണാൻ കഴിയും. റംഗൂണിൽ എത്തിയപ്പോഴേക്കും ബഹദൂറിൻ്റെ ആരോഗ്യനില വഷളായിരുന്നു. 1862 നവംബർ 7 അദ്ദേഹം അന്തരിച്ചു. ശവകുടീരം ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം എവിടെയാണ്? റംഗൂണിലാണ്. പുതിയ പേര് യാങ്കൂൺ എന്നാണ്. റംഗൂണിൻ്റെ പുതിയ പേര് യാങ്കൂൺ എന്നാണ്. റാണി ലക്ഷ്മിഭായി അഥവാ മണികർണിക രാജ ഗംഗാധർ റാവുവിൻ്റെ പത്നിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായി. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക അഥവാ മനുഭായി എന്നായിരുന്നു. മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധീര വിപ്ലവകാരി ആരാ എന്ന് ചോദിച്ചാൽ അത് റാണി ലക്ഷ്മിഭായിയാണ്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയും റാണി ലക്ഷ്മിഭായി തന്നെയാണ്. 1857 ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിഭായിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂ ഗ്രോസ്. ഗ്വാളിയാറിൽ വെച്ചാണ് ഝാൻസി റാണിയെ ഹ്യൂ ഗ്രോസ് വധിക്കുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച പട്ടാള മേധാവി സർ ഹ്യൂ ഗ്രോസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ജൂൺ 18 ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ച സാഹിത്യകാരിയാണ് മഹാശ്വേതാ ദേവി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണം. ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ, സാരംഗി, പവൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കലാപത്തിന് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാദലാണ്. മൗലവി അഹമ്മദുള്ള ഷായാണ് അടുത്തത്. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് മൗലവി അഹമ്മദുള്ള ഷാ. 1856 ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് അഥവാ വിശ്വയുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചു. ഇദ്ദേഹം സാധാരണയായി അറിയപ്പെട്ടിരുന്നത് ഡങ്കാഷ എന്നാണ്. ചിൻഹഡ് യുദ്ധത്തിൽ പോരാടി ഹെൻറി റോൺസിനെ കീഴിലെത്തിയ സൈന്യത്തെ പരാജയപ്പെടുത്തി. 22 നേറ്റീവ് ഇൻഫൻട്രി അദ്ദേഹത്തെ നേതാവായി പ്രഖ്യാപിച്ചു. അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നാണ് മൗലവി അഹമ്മദുള്ള ഷാ അറിയപ്പെട്ടിരുന്നത്. അവധ് മേഖലയിലെ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷായാണ്. 1857 ഇന്ത്യൻ കലാപത്തെ പ്രതിപാദിക്കുന്ന 6 വാല്യങ്ങളിലായി എഴുതിയ പുസ്തകമായ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റെബലിയൻ ജിബി മല്ലസൺ അഹമ്മദുള്ളയെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. അടുത്ത വ്യക്തിയാണ് ഷാമാൾ. ഉത്തർപ്രദേശിലെ ബാറൌട്ട് പർഖാനയിൽ നേതൃത്വം നൽകി. പ്രാദേശികമായി രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഷാമാൾ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാളാക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. 84 ഗ്രാമങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന രക്തബന്ധങ്ങളുള്ള ജാട്ട് കൃഷിക്കാരുടെ ഒരു കുലത്തിൽപ്പെട്ടയാളായിരുന്നു ഷാമാൾ. ഷാമാലിൻ്റെ വരവോടുകൂടിയാണ് ജനങ്ങൾക്ക് ഫിറംഗി രാജ് അവസാനിച്ചു എന്ന് തുടങ്ങിയത്.
അടുത്ത വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ അവസാനത്തെ നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ആദ്യ ഭാര്യയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ബ്രിട്ടീഷുകാർ വാജിദ് അലിയെ കൽക്കട്ടയിൽ നാടുകടത്തിയതിനെ തുടർന്ന് ബീഗം ഹസ്രത്ത് മഹൽ അധികാരമേൽക്കുന്നു. നാനാ സാഹിബും ഫൈസാബാദിലെ മൗലവിയുമായി ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. രാജഭൃഷ്ടയാക്കപ്പെട്ടതിനു മുമ്പ് തൻ്റെ മകനായ ബിർജിസിനെ അവധിൻ്റെ ഭരണാധികാരിയെ അവർ വാഴിച്ചു. ബീഗം അഭയം പ്രാപിച്ചത് നേപ്പാളിലേക്കായിരുന്നു. അടുത്ത വ്യക്തിയാണ് നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പെ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് ആരായിരുന്നു? താന്തിയ തോപ്പെ. 1824 മെയ് മാസത്തിൽ ഉത്തർപ്രദേശിലെ കാൺപൂർ ജില്ലയിലെ ബിദൂരിൽ ജനിച്ചു. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. പേഷ്വ ബാജുറാവിൻ്റെ ദത്തുപുത്രനായി നാനാ സാഹിബ്. പേഷ്വ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബ്. പേഷ്വായുടെ മരണശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബിന് പെൻഷൻ നൽകുന്നത് നിർത്തുകയും അവകാശിയായി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ദത്തെടുത്തതാണ് ഇതിന് കാരണമായിട്ട് ബ്രിട്ടീഷുകാർ പറയുന്നത്. ബാജിറാവുവിൻ്റെ രണ്ടാമൻ്റെ വിൽപ്പത്രത്തിൽ അനന്തരാവകാശിയായി പ്രസ്താവിച്ചിട്ടും അടുത്ത പേഷ്വ എന്ന നാനാ സാഹിബിൻ്റെ അന്യായമായ അവകാശവാദം അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചു. ബ്രിട്ടീഷുകാരുടെ ഈ അധിക്ഷേപം അദ്ദേഹത്തെ 1857 കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചു. 1857 ജൂലൈയിൽ നാനാ സാഹിബിൻ്റെ ബ്രിട്ടീഷുകാർ സൈന്യത്തെ പരാജയപ്പെടുത്തി. കാൺപൂരിൽ നിന്നും നാനാ സാഹിബ് ബിത്തൂരിലേക്ക് രക്ഷപ്പെട്ടു. 1858 നാനാ സാഹിബിൻ്റെ കൂട്ടാളികളായ റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും അദ്ദേഹത്തെ ഗ്വാളിയാറിലെ പേഷ്വയായി പ്രഖ്യാപിക്കുന്നു. 1859 ആയപ്പോഴേക്കും അദ്ദേഹം നേപ്പാളിലേക്ക് രക്ഷപ്പെടുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് താന്തിയ തോപ്പെ. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയ തോപ്പെ. പൂർണ്ണ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് തോപ്പെ എന്നായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. തോപ്പി എന്ന സ്ഥാനപ്പേരിൻ്റെ അർത്ഥം സൈന്യാധിപൻ എന്നായിരുന്നു. ഗ്വാളിയാർ യുദ്ധത്തിൽ ഝാൻസി റാണിയുടെ സഹായത്തിനായി എത്തിച്ചേർന്നതും തോപ്പയായിരുന്നു. ഗ്വാളിയാർ യുദ്ധത്തിന് ശേഷം നാനാ സാഹിബിൻ്റെ ബന്ധുവായ റാവു സാഹിബിനൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ രൂക്ഷമായ ആക്രമണത്തിന് നേതൃത്വം നൽകി. താന്തിയ തോപ്പെ ഒളിവിൽ കഴിഞ്ഞത് മാൻ സിംഗിൻ്റെ കൊട്ടാരത്തിലായിരുന്നു. മാൻ സിംഗ് ആണ് താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്തത്. റിച്ചാർഡ് ജോൺ മിഡ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സേന കൊട്ടാരം വളഞ്ഞ് പിടികൂടുകയായിരുന്നു. 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പിയെ തൂക്കിലേറ്റി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ സർ കോളിൻ ക്യാമ്പലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അത്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? സർ കോളിൻ ക്യാമ്പലാണ്. 1857 വിപ്ലവത്തിൻ്റെ ഐക്യത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1857 വിപ്ലവത്തിൻ്റെ സവിശേഷത ജാതി മതഭേദമന്യേ മുഴുവൻ ഇന്ത്യക്കാരും ഒരുമയോടെ പ്രവർത്തിച്ചു. ബ്രിട്ടൻ എന്ന പൊതു ശത്രുവിനെതിരെ ഒരുമിച്ചാണ് ഇന്ത്യക്കാർ പോരാടിയത്. ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായ സമീന്ദർമാരെയും അവരുടെ സഹായികളെയും കലാപകാരികൾ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഇനി അടിച്ചമർത്തൽ ചോദിച്ചാൽ ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണം താൽക്കാലികമായി മാത്രമേ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. കലാപാനന്തരം മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ് കലാപകാരികൾ ലക്ഷ്യം വെച്ചത്. അടിച്ചമർത്തൽ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച നടപടികൾ ചോദിച്ചാൽ ഉത്തരേന്ത്യയിലെ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിൽ എത്തിക്കുകയും കലാപസാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കുകയും ചെയ്തു. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നു. വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. കലാപശേഷം സാമൂഹിക പരിഷ്കാരങ്ങളോടെ മുഖം തിരിച്ച ഇന്ത്യ ഹിന്ദുക്കളെയും അതായത് കലാപത്തിന് ശേഷം സാമൂഹിക പരിഷ്കാരങ്ങളോടെല്ലാം ബ്രിട്ടീഷുകാർ മുഖം തിരിക്കുന്നു. ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് ഇത് സഹായകമായി. 1857 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിലൂടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. ഗവർണർ ജനറൽ എന്ന നിലയിൽ സൈനിക ഉപകരണങ്ങൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു ഹെൻറി ഹാർഡിച്ച്. കലാപകാലത്ത്
മിലിറ്ററി പോലീസ് ക്യാപ്റ്റനായിരുന്നത് ക്യാപ്റ്റൻ ഹേഴ്സി ആയിരുന്നു. വിപ്ലവത്തിൻ്റെ പരാജയത്തിനുള്ള കാരണങ്ങൾ ബഹദൂർ ഷാ വൃദ്ധനും ദുർബലനുമായിരുന്നു. അതിനാൽ കലാപത്തിന് നേതൃത്വം നൽകൽ പരാജയപ്പെട്ടു. പരിമിതമായ പ്രാദേശിക വ്യാപനമാണ് കലാപത്തിനുണ്ടായത്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും ഏറിയും കുറഞ്ഞും ബാധിക്കപ്പെടാതെയും തുടർന്നു. പല വലിയ ജമീന്ദാർമാരും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. ആധുനിക വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർ ഈ കലാപത്തെ അനുകൂലിച്ചില്ല. ഇന്ത്യൻ സൈനികർ ഭൗതികമായി മോശമായി സജ്ജരായിരുന്നു. കേന്ദ്ര നേതൃത്വമോ ഏകോപനമോ ഇല്ലാതെ കലാപം മോശമായി സംഘടിക്കപ്പെട്ടു. കലാപത്തിന് ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. സാങ്കേതികമായി നിർമ്മിച്ച ആയുധങ്ങൾ ഇല്ലാതിരുന്നതും ഇവിടെ പരാജയത്തിന് കാരണമായിരുന്നു. മധ്യവർഗം ഈ കലാപത്തിൽ നിന്നും വിട്ടുനിന്നതും ഇവിടെ വിപ്ലവത്തിൻ്റെ പരാജയത്തിനുള്ള ഒരു കാരണമാണ്. കലാപത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സ്റ്റാൻലി പ്രഭുവുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ, അതായത് 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിളിച്ചത് ജോൺ ലോറൻസ്, സ്റ്റാൻലി പ്രഭു. 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് VD സവർക്കറാണ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംബിളാണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാറാണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് RC മജുംദാർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാറൽ മാർക്സ് പത്രത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പത്രത്തിലാണ് കാറൽ മാർക്സ് പറഞ്ഞത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത്. ഇവിടെ വിപ്ലവത്തിലെ നേതൃത്വം നൽകിയവരും അവരുടെ പ്രദേശങ്ങളും ചോദിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. ബറക്പൂർ മംഗൾ പാണ്ഡെ, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ബിർജിസ് ഖാദിർ അഹമ്മദുള്ള, ഗോരഖ്പൂരിൽ ഗജാദർ സിംഗ്, ഹരിയാന റാവു തുലാറാം, അസ്സാം മണിറാം ദത്ത, കണ്ട പരമേശ്വർ സിംഗ്, കാൺപൂരാണെങ്കിൽ നാനാ സാഹിബ്, താന്തിയ തോപ്പെ, അസീമുള്ള ഖാൻ, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്തഖാന ഹക്കീം ഹസനുള്ള, ഒറീസ സുരേന്ദ്ര ഷാഹി, ഉജ്വൽ ഷാഹി, കുളു രാജാ പ്രതാപ് സിംഗ്, മാൻസോർ ഫിറോസ് ഷാ, മുറാദാബാദ് അബ്ദുള്ള അലി ഖാൻ, ബറേലി ഖാൻ ബഹദൂർ ഖാൻ, രാജസ്ഥാൻ കോട്ട ജയ്ദാലാൽ സിംഗും ഹർദയാൽ സിംഗും, ബീഹാറിലെ ജഗദീഷ്പൂർ കുൻവർ സിംഗും അമർ സിംഗ്, ഗ്വാളിയർ ഝാൻസി റാണി താന്തിയ തോപ്പെ, മധുര ദേവി സിംഗ് ഖദം സിംഗ്, ബിജ്നോർ മുഹമ്മദ് ഖാൻ, ആര കൻവർ സിംഗ്, അഹമ്മദാബാദ് ബനാറസ് ലിയാഖത്ത് അലി, ഫറൂഖാബാദ് തുഹ്സൽ ഹസൻ ഖാൻ, മീററ്റ് ഖദം സിംഗ്, ഝാൻസി റാണി ലക്ഷ്മിഭായി, ഔദ് ബീഗം ഹസ്രത്ത് മഹൽ ബിർജിസ് ഖാദിർ, ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഷാ, ബറാത്ത് പർഖാന ഷാ അമൽ, ബറാത്ത് പർഖാനയിൽ ഷാമാൽ, ദെൻ സിഖ്ഫം ചോട്ടാ നാഗ്പൂർ ഗോനു, രോഹിൽഘട്ട് ഖാൻ ബഹദൂർ ഖാൻ എന്നിവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം എക്സാം പോയിന്റിൽ അത് പഠിക്കാനുള്ളതാണ്. 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള കുറച്ച് പെയിൻറ്റിങ്സ് ആണ്. പെയിൻറ്റിങ് റിലീഫ് ഓഫ് ലക്നൗവിൻ്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കറാണ് 1859. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി വരച്ച ചിത്രമാണിത്. ആ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറായിരുന്ന കോളിൻ ക്യാമ്പബെല്ലിൻ്റെ രംഗപ്രവേശന നിമിഷമാണ് ആഘോഷിക്കുന്നത്. കൂടാതെ ജെയിംസ് ഓട്ടറും ഹെൻറി ഹാവ്ലോക്ക് എന്നിവരും ഉണ്ട്. അടുത്ത പിക്ചറാണ് ഇൻ മെമ്മോറിയം 1859. ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റനാണ്. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനം അക്രമവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളുടെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. 1857 കലാപത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാം പോയിന്റിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമായിരിക്കും. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ 1857 കലാപത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. Thank you all. Have a nice day.